എൻ്റെ പേര് അഭിമന്യു. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഡിഗ്രിക്ക് ശേഷം ICDയെ പറ്റി എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ICDയെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. +2 മാത്സിന് C+ കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അതിനുശേഷം അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCA പാസ് ഔട്ടായി. അതിനുശേഷം 2 വർഷം TCSൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ICDയിൽ ജോയിൻ ചെയ്യുന്നത്. 2022 ഞാൻ ICDയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 4 വർഷത്തെ പരിശ്രമത്തിലൊടുവിലാണ് ഞാൻ നാഷണൽ ഇൻഷുറൻസ് AO, IBPS PO, RRB PO എന്നീ എക്സാംസ് ക്ലിയർ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള കാര്യം എന്താണെന്നാൽ, ഞാൻ മനസ്സിലാക്കിയത് നമ്മൾക്ക് സ്ഥിരോത്സാഹം, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് എക്സാം വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ ആവുമെന്നാണ്. JK സാർ ക്ലാസ്സിൽ പറയുമായിരുന്നു, നിങ്ങൾ ഒരു എക്സാം ക്ലിയർ ആവുന്നത് ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലക്ക് കൊണ്ടോ അല്ല, നിങ്ങളുടെ പരിശ്രമത്തിലൂടെ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഔട്ട്കമാണ് നിങ്ങളുടെ വിജയം എന്നത്. ഞാൻ മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. നീണ്ട 4 വർഷത്തെ പരിശ്രമം വേണ്ടി വന്നു എനിക്ക് ഈ എക്സാംസ് ക്ലിയർ ചെയ്യുവാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ ടൈം ഫോക്കസ്ഡ് ആയി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഞാൻ ചെണ്ട, പൂരക്കളി, തെയ്യം മുതലായവയോട് കുറച്ച് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിലേക്കുള്ള എൻ്റെ ചിന്തകൾ, അതിനെ സംബന്ധിച്ച പഠനങ്ങൾ ഒക്കെ ഞാൻ ഈ സമയത്ത് തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഞാൻ ഇതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ശ്രമിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ എനിക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു വിദ്യാർത്ഥിയെ കൊണ്ടും ഇത്തരം എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഓരോ വിദ്യാർത്ഥിയുടെയും ബൗദ്ധിക നിലവാരം വ്യത്യസ്തം ആയിരിക്കാം. ചില ആൾക്കാർ 6 മാസം കൊണ്ട് ക്ലിയർ ചെയ്യുന്നുണ്ടാവാം, ചിലർക്ക് 1 വർഷം വരെ വേണ്ടി വന്നേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം 4 വർഷത്തെ പരിശ്രമമാണ് ഇതിനു വേണ്ടി വന്നിരുന്നത്. പക്ഷേ ഓരോ ഘട്ടത്തിലും, ഓരോ വർഷം കഴിയും തോറും ഞാൻ സ്വയം പ്രോഗ്രസ് ആവുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ ആ കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ വിശ്വാസം സത്യമാണെന്ന് തെളിഞ്ഞു. ICDയോടും JK സാറോടും മറ്റെല്ലാ അധ്യാപകരോടും ഞാൻ എൻ്റെ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. താങ്ക് യു.